ഹലോ ഫ്രണ്ട്സ്, ബെഡും പൊക്കി പിടിച്ചിട്ട് രണ്ടാൾ വന്നിട്ടുണ്ട് വീട്ടിൽ. ബെഡ് വേണോന്ന് ചോദിച്ചിട്ട് ബെഡ് വിൽപ്പനക്കാരായിരുന്നു അത്. അപ്പോൾ എൻ്റെ ബെഡ് ആകെ പോയിട്ടുണ്ട്, നാശമായിട്ടുണ്ട് കേട്ടോ. 10 വർഷമായി ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ സ്പ്രിംഗ് ബെഡായിരുന്നു. അപ്പോൾ അവരിതാ ഇതിൽ കാണിച്ചു തരാണ് ബെഡിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ നല്ലതാണെന്ന് എനിക്ക് തോന്നി കേട്ടോ. ഇനിയിപ്പോൾ യൂസ് ചെയ്താലേ മനസ്സിലാവും നല്ലതാണോ മോശമാണോ എന്നൊക്കെ. അത് യൂസ് ചെയ്തതിന് ശേഷം ഞാൻ പറയാം കേട്ടോ. അപ്പം നടുവേദനയൊക്കെ നല്ലതാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ബെഡിൻ്റെ സ്ഥിതിയാണിത്. അതിൻ്റെ ഉള്ളിലെ കമ്പിയൊക്കെ പുറത്തേക്ക് ചാടി വന്നിട്ടുണ്ട് കേട്ടോ. ഇതിലെങ്ങനെയാണ് ഞാൻ കിടന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു ബെഡ് ഞാനും വാങ്ങിയിട്ടുണ്ട്. നടുവേദനയൊക്കെ പോകുമെന്ന് നോക്കട്ടെ. നല്ലൊരു നടുവേദനയൊക്കെ ഉണ്ട് കേട്ടോ. ബെഡ് മാറ്റണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാ പുല്ല് ചെത്താൻ ആൾ വന്നിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് മീൻകാരൻ വന്നിട്ടുണ്ട്. അപ്പോൾ അയിലയും നങ്കുമാണ് അവൻ്റെ കയ്യിലുണ്ടായത്. അപ്പോൾ അത് വേഗം മുറിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അയില എന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ. പിന്നെ നങ്കിനെ ഞങ്ങളുടെ നാട്ടിൽ നങ്ക് തന്നെ പറയല്ലോ, വേറെ എന്താ പറയുക. അപ്പോൾ അതാ ഞാൻ നങ്ക് മുറിക്കാൻ കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് നല്ല പണിയാണ് കിട്ടിയിട്ടില്ലത്. നല്ല വഴുവഴുപ്പാണ് കേട്ടോ. നങ്കിന് മുറിക്കാനേ പറ്റുന്നില്ല. കയ്യിൽ നിന്ന് ഇങ്ങനെ സ്ലിപ്പായി പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഉച്ചക്ക് 3 മണിയായാലും വരാത്ത എൻ്റെ കെട്ടിയോൻ ഇന്ന് നേരത്തെ വന്നിരിക്കുന്നുണ്ട് ചോറിന്. ഒരു 1:30 മണിയാകുമ്പോഴൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു എന്തായാലും കുറച്ച് നേരം ഇരിക്കണം, 1 മണിക്കാണ് മീൻകാരൻ മീൻ കൊണ്ടു തന്നതെന്ന്. അപ്പം പെട്ടെന്ന് തന്നെ അയിലയും നങ്കൊക്കെ വൃത്തിയാക്കി എടുത്തിട്ട് അയിലൊക്കെ വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും പിന്നെ പുളിവെള്ളം, നല്ല കട്ടിയിലെ പുളിവെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് എടുക്കണം മസാല പിടിക്കാൻ വേണ്ടി. മസാല പിടിക്കാൻ ഇവിടെ സമയമില്ല കേട്ടോ. അപ്പം പിന്നെ വേഗം നമുക്ക് പൊരിച്ചെടുക്കണം. ആദ്യം തന്നെ മൺചട്ടി വെച്ചിട്ട് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്, ഉലുവ പൊട്ടിച്ചിട്ടുണ്ട്, പിന്നെ വെളുത്തുള്ളി ചതച്ചത് ചേർത്തോട്ടിട്ടുണ്ട്, സവാള, പിന്നെ പച്ചമുളക്, കറിവേപ്പില എല്ലാം ഒന്നിച്ചങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതെല്ലാം വഴന്നതിന് ശേഷം ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയും മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ മല്ലിപ്പൊടി ഒക്കെ ചേർത്ത് മൂപ്പിച്ചതിന് ശേഷം ആവശ്യത്തിന് വെള്ളം കഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതൊന്ന് തിള വരുന്നവരെ വെയിറ്റ് ചെയ്യാം. നമുക്ക് മീൻ പൊരിച്ചെടുക്കണ്ടേ. പെട്ടെന്ന് തന്നെ മീൻ പൊരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ പാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് മീനൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് തിളച്ച് വരുമ്പോൾ നമുക്ക് നങ്കും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പം വഴുവഴുപ്പില്ല നങ്കായതുകൊണ്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഉരിഞ്ഞെടുത്തത്. പിന്നെ ഒരു അയിലര മുട്ട ഉണ്ടായിന്, അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തിളച്ച് വരുമ്പോൾ കറിവേപ്പിലയും കൂടി ചേർത്ത് അങ്ങ് മാറ്റി വെക്കണം. അപ്പം നമ്മൾ അയില മീനൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ചോറ് വിളമ്പിയാലോ. അപ്പോൾ നല്ല ചൂട് ചോറും പിന്നെ നങ്ക് കറിയും. പിന്നെ ഇതിൽ ഏറ്റവും വലിയ നങ്കായിരുന്നു, ബാക്കിയൊക്കെ ചെറുതായിരുന്നു കേട്ടോ നങ്ക്. അപ്പോൾ നങ്ക് കറിയും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നല്ല അയില പൊരിച്ചതും കൂടി, പിന്നെ നമ്മൾ ഇന്നാൾ ഉണ്ടാക്കിയ നാരങ്ങ അച്ചാറുണ്ടല്ലോ, മധുര നാരങ്ങ അച്ചാർ, അതും കൂടി വെച്ചിട്ടുണ്ട്. കൂടെ പപ്പടവും. അങ്ങനെ ഒരു പിടി പിടിച്ചു കേട്ടോ. ഉണ്ടാക്കിയ ഊണായിരുന്നു. അപ്പോൾ അടിപൊളിയായിട്ട് കഴിച്ചു. അപ്പോൾ ഉപ്പാവും മോനും കൂടി ഉച്ചക്ക് ഭക്ഷണം കഴിച്ച് പോവാണ്. അവനും കൂടെ പോവാണ്, വണ്ടിയിലിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയും ഇഷ്ടപ്പെട്ടാൽ അത് സപ്പോർട്ട് ചെയ്യണേ.